ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിങ്ങനെ യൂട്യൂബിൽ നല്ല വീഡിയോസൊന്നും ഇടലില്ല, പക്ഷേ ഇന്നിങ്ങനെ ഫ്രീ കിട്ടിയപ്പോൾ നമ്മളെ കഫീലിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമുണ്ട്, അവിടേക്ക് പോകുന്നതാണ് ഞങ്ങളെല്ലാവരും അവിടെ. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാട്ടിത്തരാമെന്ന് വിചാരിച്ച്. ഇതുവരെ മസറയാണ്, കുതിര പന്തൊക്കെയില്ല, അതിൻ്റെയൊക്കെ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇതിൽ ഈ കുതിരോട്ടത്തിനൊക്കെ ഭയങ്കര മത്സരിക്കുന്ന ഇൻട്രസ്റ്റൊക്കെ ഉള്ള ആൾക്കാരാണ്. സ്വന്തമായിട്ട് കുതിരയൊക്കെ നമ്മൾ സ്പോർട്സ് ഐറ്റംസിൽ വെച്ച് ഭയങ്കര ഇത് കൊടുക്കുന്നതാണ്. ഇവിടുത്തെ വർക്കറാണ്. ഇതൊക്കെ നല്ല വ്യൂ ആണ്, നല്ല രസമായിട്ടോ കാണാം. മരുഭൂമിയിലാണ് ഈ കിടക്കുന്നത്, അത് ആലോചിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് മുകളിൽ കയറി വെക്കാം കേട്ടോ. ഇതിൻ്റെ റെസ്റ്റ് ഹൗസാണിത്. വൈകുന്നേരമൊക്കെ ഇരിക്കാനൊക്കെ നമ്മളെ മാതിരിയല്ല, ഇവർ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആൾക്കാരാണ് കേട്ടോ. കുരങ്ങും എന്തെങ്കിലും ഇവര് വളർത്തിയ തോന്നി, അവൻ അതിൻ്റെ ഉള്ളിൽ കയറ്റാതെ എൻ്റെ കുയിന്തിപ്പോഴും മാറിയിട്ടില്ല, അതിന് തെറ്റി കിടക്കുകയാണ് കണ്ടോ. അങ്ങോട്ട് ഫുള്ള് മരുഭൂമിയാണ്. ഇതാണ് ഇതിൻ്റെ മുകൾ വശം. ആഷിക്കാട് കുഞ്ഞാലാടുണ്ട്. ये क्या सामान है? ये ऐसे हो जाता है। वो खाने का सामान है? नहीं नहीं। हाँ, ये खाने का नहीं होता। ये नाइफ का बाल का है। सब डॉक्टर भाई വണ്ടിയൊക്കെയാ ഇത്. നമ്മളെ കൊട്ടാരത്തിൽ കുതിരപ്പന്തയം കാണാൻ പോകും. നമ്മൾ കുതിരൻ്റെ ഇതാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കഫീലിൻ്റെ കൂട്ടുകാരൻ്റെയാണിത്. ഇതോൻ്റെ മസറയാണ്, മസറ. ഓരോ സാധനങ്ങൾ എവിടേക്കാ കൊണ്ടുപോകും. കുത്തിയാ ഇവിടുത്തെ പണിക്കാരം. ഇതിനുള്ളിലാണ് മറ്റു സാധനങ്ങൾ, മുയലൊക്കെ. മാനുണ്ടോ? മാന് ഇത് ഇറച്ചി വെക്കണ മാന അല്ലേ? ഇറച്ചിക്ക് മുയൽ കിടക്കണ്. ഇഷ്ടം പോലെ ഉണ്ട്. ാവൂലേ മുയല്. भाई उधर आएगा, उधर जाएगा मुश्किल।
ये तुम्हारी वजह से आया मैं तो उधर घास करता हूँ മുഷ്കിലാ തിന്നാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് കാട്ടിത്തരാതെ പറഞ്ഞിട്ടുണ്ട് കണ്ടമാനുണ്ട് സാധനം നോക്കിയാണ് ഇഷ്ടം പോലെയാണ് അങ്ങനെ വേഗം പേരിടാ ഫോൺ കൊണ്ടുവന്നാണ് നിങ്ങൾ കേൾക്ക ആ ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞത് സാധനം കിടക്കണ് തന്ത സാധനം തന്ത ഓഫ് फोन കൊണ്ടുപോയി കണ്ടേ തോടാ തോടാ खौफ करके नहीं आएगा यार पोटमारे वेरी मानी मानी इना फोन ഇത് കൊണ്ടേ ഉസ്നിയാ ആ ഫോൺ അടന്റെ കണ്ണ് പോറ അടിച്ചു വെച്ചാ അടിയാ ഇവിടെ ഫോൺ ഇപ്പോ തരാം കാട്ട് അതെ ഇവിടെ ഫോൺ ഇപ്പത്തെ കേറ്റാന്ന് ഞാൻ ഇതൊരു മറ്റേ മൃഗശാല പോലെയാണ് അത്യാവശ്യം ഏരിയ ഉണ്ട് ചെറിയ ചാട്ടടാ ക്യാമറ ഇറക്കാൻ പ്രശ്നമില്ല ഇത്രയും ഏരിയയിലാണ് ഈ സാധനം കിടക്കണത് നമ്മൾ കുറേ നേരം പിടിച്ചിന് വരുന്നില്ല ഓൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് മുമ്പടുത്ത ഒരാളല്ലേ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല ആകെ പേടിച്ചിട്ടുണ്ടാവോ ഏതൊക്കെ കാട്ടിയെ നൈറ്റാളെ ഈ കാലത്തൊന്നും വരാട്ടോ ഇനി ഉള്ളിൽ തിരികെ പോണ് ഉള്ളിക്കണ കയറ്റണ്ട മറ്റേ സാധനം നോക്കാം മറ്റേ സാധനം മാട് മാട് ബ്ലാക്ക് ബ്ലാക്ക് എന്താണ് ഏതൊക്കെ എന്റെ മോയിലാളൊക്കെ അതിലും വരും മറ്റേ പറക്കണൊക്കെ ബാഗ് കമ്പക്കാര് മാടുകളെ മോയിലെ ആൾക്കാർ ഉള്ളിൽ കിട്ടണം പറഞ്ഞു അപ്പൊ കയറ്റിയാണ് അങ്ങനെ പുറത്തുനിന്നിട്ട് ഉള്ളിൽ കയറ്റി അതിന് കുയിന്താട്ടി പോയി ഒന്നോട് പറ ആ നിങ്ങളും മുണ്ടേരിക്കാരാളല്ലേ കാട്ട് എന്റെ ഓട് കുടിച്ച് നോയിമുണ്ടെന്ന് ആ ആദിവാസി ടീമങ്ങളെ ഒന്നും കണ്ടിട്ടില്ല അതിനെ കണ്ടിട്ടില്ല ഇത് അടിച്ചാന സാധനാണ് ഇത് പ്യാനാണ് ഇത് പ്യാരി കജ്ജിന് കടിച്ചു ആവോ ജമുനുണ്ട് ജമുന വരുന്നേ എല്ലാം പാടെ അട്ടിപ്പിച്ച് വരുന്നേ ഇതിന്റെ ചെവിയൊക്കെ നോക്കാം എന്താ ബാബു ചത്താല് എന്നെ പറയുള്ളൂ ഇജ്ജ് എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ അങ്ങനെയൊക്കെ ഞാൻ കയറ്റേ വാ അങ്ങോട്ട് എവിടേക്കും പോവാ ഇവനെ എവിടെയിലേക്ക് കയറ്റണം അതിനാണ് ഗൈസ് യൂട്യൂബിൽ വൈറലാണ് എനിക്ക് ചാനലുണ്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കുതിര യൂട്യൂബിൽ 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്കറിയാം കുതിര അതിൻ്റെ ഉള്ളിൽ അവിടെ ഇതിൻ്റെ ഉള്ളില് ഒന്നുമില്ലല്ലോ കാലിയാണ് ഗൈസ് എൻ്റെ ഒരു ഗൈസ് ഇത് വരുന്നുണ്ടാവുന്നുണ്ട് ആട്ടിവിട്ടില്ല ഇത് കൂടാതെ ഇവർക്ക് കുതിരയൊക്കെ ഉണ്ട് കുതിര ഫാം അവിടെയാണ് അപ്പുറത്താണ് കണ്ടോ ഇവിടെ മനുഷ്യന്മാരായിട്ട് നല്ല ഇണങ്ങിയ ടൈപ്പാണ് ഓ ഇതിൻ്റെ സൈസ് നോക്കി ചെവിയൊക്കെ നോക്കി ഓ കൈ വെച്ചുകൊടുക്കാൻ പേടിയതാ കടിച്ചാ പിന്നെ വിടുവാവും ആടാണ് അവർക്ക് കാല ഇതിന് സൈസ് ഉണ്ട് ഹലോ ഗൈസ് ഇതാണ് ഗൈസ് ചോളം കൃഷി ഗൈസ്
നോക്കുക എന്തൊക്കെയോ ഈ മരുഭൂമിയിലുണ്ടാണ്, അതാണ് അത്ഭുതം. ഫുള്ള് അങ്ങോട്ട് വരെയുണ്ട് അതിലൊക്കെ. ഇവിടെ ഒട്ടകത്തിനെ കാണാൻ പോകും. ഒട്ടകം ഗെയ്സ് ഒരു ഗെയ്സ് ഗൈസ് ഇതാണ് ഒട്ടകത്തിന്റെ റൂം. ഒട്ടകത്തിന്റെ പേരാണ് ഗൈസ്. ഇപ്പൊ കണ്ടോ മുടക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാ, എടുത്തേക്ക് വാ, എനിക്ക് ഞാൻ അവസരം തരാം. ഒരു മസറ ഒട്ടകത്തിന്റെ സാധനം ഉണ്ടാവും ചിലപ്പോൾ. ഇത് തീറ്റ വിടുന്നതാണ് പുറത്തേക്ക്. കേട്ടോ അപ്പുറത്തേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് ഇവിടെ വരാം. ഗൈസാണ് അലാക്കിൻ്റെ സാധനം കേട്ടോ. തന്ത വൈബോള് ഇതാക്കണ വരുന്ന ഗൈസ്. കെട്ടിട്ട് ഇങ്ങനെ തോന്നുന്നേ അലാക്കിൻ്റെ സാധനമാണ്. അളക്കി ഒന്നും കൊണ്ടേണ്ടി വരും കേട്ടോ ഉറപ്പായിട്ട്. ഇതിനുള്ളിൽ കുതിരയുണ്ട് ഗൈസ്. ആ എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബൈ ബൈ ऊपर അവിടെ നോക്ക കൊട്ടാ തുറന്നിട്ട് അവൻ വന്നാൽ കുഴപ്പമില്ല. हमारा യൂട്യൂബ് ചാനൽ കുതിരായോണ്ടേ ഡേഞ്ചറാണെന്നാ പറയുന്നത്. അവനാണ്ട് തടി അവനാ നോക്കണ്ടോ. ഇത് കുതിരപ്പന്തയത്തിന് വെച്ച സാധനം കേട്ടോ. അച്ഛന സാധനമാണ്. ഇതാക്കണേ തന്ത വൈബ് വന്നിട്ട് അങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് കാര്യമാണ് കുട്ടി. ചെറിയ കുട്ടി അങ്ങോട്ട് തടി ഇതൊക്കെ പേടിച്ച് പായ റെഡി ആയിക്കാണ്. ഞാൻ ചോർക്കില്ലേ കാണാം. കമ്പം കമ്പാണ് കമ്പം. ആ ഇവന് ഓട്ടാനൊക്കെ അറിയും. തന്തായി ഇതിന്റെ പുറത്ത് കയറിയ പൊളിയുന്നോ അതാണാണ് വേണം. അടുത്ത കമ്പക്കാരി കമ്പക്കാരി. ആ ആ തൊട്ടോട്ടെ പേടിച്ചോട്ടവർക്ക് മനസ്സിലോട്ടാ. തട്ടിയ സാമാന്യമൊക്കെ ചവിട്ടുള്ളൂ. എന്താ പേടിച്ച് ചോദിക്കണി അയില വന്നപ്പോ ആ വരുന്നേ.
അടച്ചോ കുട്ടി ഓണാക്കുന്നത് കുട്ടിനെ പിടിച്ചാൽ തള്ള കൊട കിട്ടും. പോകാൻ നിൽക്കാൻ അടച്ചു. എടാ നമ്മളെ അയച്ചിട്ടില്ലേ? ഇല്ലല്ല കടിച്ചു. ആ ഇനി എടുക്കട്ടോ, ഇനി എടുക്ക്. ഫോട്ടോ എടുക്ക്, ഇന്ന ഫോട്ടോ എടുക്ക്. നിങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവുന്നത്. ഇനി നമുക്ക് ഒട്ടകത്തിനെ കാണാൻ പോവാം ഗൈസ്. ആണ് ഗൈസ് സാധനം. എന്തേ ഞാനെ പോവാനാണ് പോകുന്നത്. നോക്കണ്ടേ വരുമോ? അന്ന ആൾക്കാർ ചോദിച്ചു തേടി വരും കേട്ടോ. ആൾക്കാർ ഫാൻസ് ഒക്കെ എന്നെ ചോദിച്ചിട്ട് അയാൾ വരും. ഫുള്ള് തേറി കച്ചറാണ് എൻ്റെ ചാനലില്. കാലിൻ്റെ ഹൈറ്റ് ഒക്കെ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റാണോ? ഇവിടെ ചൊറുക്ക കേട്ടോ, വെള്ള കളറായിട്ട്. ആണോ? നമ്മളെ യാത്രയിൽ നമ്മളൊപ്പം കൂടിയ വിസിറ്റേഴ്സാണ് നമ്മളെ. നല്ല രസമല്ലേ വെള്ള കളറായിട്ട്? ഇവിടെ ചോട്ടിന് വെമ്പ നഷ്ടമായിട്ടത്. ചോട്ടിന് ഇൻട്രസ്റ്റ് ആയി ഇതൊക്കെ. ചോട്ടിൽ പുലി ഉണ്ടല്ലോ, പുലി വേഗം തന്നെ അവിടെ കൂട്ടിയിട്ട് പോയിട്ട്. കുറച്ച് പ്രശ്നക്കാരനാ തോന്നുന്നു, സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കൂട്ടിലിട്ട് പൂട്ടിയത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ എടുക്കണം കേട്ടോ. സൗണ്ടൊക്കെ തിന്നണേ. അവിടെ കാണുന്നതാണ് ഇവിടെ പന്തയം, കുതിരപ്പന്തയം നടക്കുന്ന സ്ഥലം. ആ കമ്പി കൊണ്ട് ഉണ്ടാക്കിക്കുന്നുണ്ട് നിങ്ങൾ. അതിലാണ് പോലെ മത്സരം കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസൊക്കെ ചെയ്യുക അതിലിട്ടുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ ഇതേപോലെ മത്സരത്തിലും കോമ്പറ്റീഷനിലൊക്കെ പോയിട്ട് ജയിക്കും അവർ. ഭയങ്കര ആവേശമാണ് അവർക്ക് ഇതൊക്കെ. ആ തന്തവായി പടക്കുണ്ട്.